നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? എല്ലാവർക്കും പൊതുവേ പൊതുവേ ചിലർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതും സെയിം ആളെ തന്നെയാണ്. അതാണ് വിഷയം. അതാരെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരാ. അങ്ങനെയൊക്കെയാണ് ഇത് വരിക. കാരണം അത് ഒരു ബ്രെയിനിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ഫെമിലിയാരിറ്റി എന്ന് പറയും. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പരിചയമുള്ള സംഗതിയോട് നമുക്ക് താല്പര്യം കൂടും. അതിൻ്റെ കൂടെ ബേസിലാണത് വരുന്നത്. അപ്പോൾ ഇവിടെ വിഷയം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടിപ്പിക്കണം. ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടിപ്പിക്കണം. അതിപ്പോൾ എന്തർത്ഥത്തിലാവാം? ഇപ്പോൾ ബിസിനസ്സിൻ്റെ ലെവലിലാവാം, അല്ലെങ്കിൽ കമിതാക്കളാവാം, അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആൾക്കാരാവും. അപ്പോൾ നമ്മളടുത്തു നിന്ന് ഇപ്പോൾ നമ്മളെ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. കാരണം നമ്മളിലാണല്ലോ ഏറ്റവും കൂടുതൽ നിയന്ത്രണമുള്ളത്. മറ്റുള്ളവരിൽ ഇപ്പോൾ നമ്മൾ കയറി വിശ്വസിച്ചിട്ട് വരും, അയാളുടെ അടുത്ത് എന്തായാലും നിയന്ത്രണം നമുക്ക് കുറവാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നിയന്ത്രണമുള്ള നമ്മളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റൊരാളിൽ നമ്മൾക്ക് വിശ്വാസം ജനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടെയാണ് NLP വരുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതായത് മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കുക. മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം? നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. കാരണം നമ്മുടെ മനസ്സ് വെച്ചിട്ട് വേണ്ടി നമുക്ക് മറ്റൊരാളുടെ മനസ്സിൽ കയറിയിട്ട് അയാളുടെ ചിന്താഗതികളൊക്കെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ചിന്താഗതികളാക്കി മാറ്റാൻ. അപ്പോൾ അത് നമ്മൾ ഇമോഷണൽ ക്വഷ്യൻ്റ് വേണം. അത് EQ. നമുക്ക് നമ്മുടെ വികാര വിക്ഷോഭങ്ങളൊക്കെ നമ്മളിങ്ങനെ ആഘാതളിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത സമയത്ത് നമുക്ക് വേറെ ആൾ പിടിച്ച് കിട്ടുമോ? ഇല്ല. അപ്പോൾ പ്രാക്ടീസിങ് ആവശ്യമാണ്. NLPയിൽ പ്രാക്ടീസിങ് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെന്ന് പറഞ്ഞുകൂടാ, നമ്മളുടെ നല്ല ക്യാരക്ടേഴ്സിനെ എന്ന് വ്യക്തമാക്കി പറയേണ്ടി വരും. നമ്മുടെ നല്ല ക്യാരക്ടേഴ്സിനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മോശം ക്യാരക്ടേഴ്സിനെ. നമ്മൾ തന്നെ മല്ലിട്ട് കൊണ്ടിരിക്കുന്ന, നമ്മളുടെ മുന്നിൽ നമ്മൾ നിസ്സഹായമാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ വീക്ക്നെസ്സസ് നമ്മൾ മറ്റൊരാളിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രകോപിതരാവും. നമുക്ക് ദേഷ്യം വരുമൊക്കെ. എങ്ങനെയാണ് ദേഷ്യം വരുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് തന്നെ നമ്മുടെ ദേഷ്യം പിടിച്ചിട്ട് കിട്ടില്ലെങ്കിൽ, ദേഷ്യം പിടിച്ചിട്ട് കിട്ടാത്ത വേറെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദേഷ്യവും. അപ്പോൾ 2 വെട്ടുപോത്തുകൾ ഒപ്പം വന്ന എന്താ അവസ്ഥ? അതാണ്. സോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളുടെ ഏറ്റവും മികച്ച ഗുണഗണങ്ങളെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് നമ്മളുടെ ഏറ്റവും മോശം കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സുകളെ, നമ്മളെ ഏറ്റവും കൂടുതൽ നിസ്സഹായമാക്കിയിട്ടുള്ളത് കാര്യങ്ങളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരാളെ കാണുകയാണെങ്കിൽ നമ്മളുടെ വീക്ക്നെസ്സുകളെല്ലാം കൂടി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള അവസ്ഥയായിരിക്കും. അത്രക്കും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അയാൾ. എന്നാൽ നമ്മളുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസില്ലേ, ആ നല്ല ക്വാളിറ്റീസുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു അടുപ്പം തോന്നും. കാരണം നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് അയാളുടെ അടുത്തുണ്ട്. അപ്പോൾ അയാളെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ തന്നെ കാണുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളാവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആരെ കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊരാളെയാണ് ഇപ്പോൾ നമുക്ക് സ്വാധീനിക്കട്ടെ. അപ്പോൾ മറ്റൊരാളെ എന്ന് പറഞ്ഞാൽ അയാൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റും. നമുക്ക് അയാളുടെ അറ്റൻഷൻ കിട്ടും. മനസ്സിലായോ? അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അയാളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അയാൾ ഏത് തലത്തിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് മാക്സിമം അയാളെപ്പോലെ അങ്ങോട്ട് ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിൻ്റെ ആവശ്യമില്ല, അത് ഓവറാവും. അതൊന്നും വേണ്ട. പരമാവധി 50%, 60%, 70% ഒക്കെ അങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മൾ പറഞ്ഞിട്ട് നിൽക്കും. കാരണം അയാൾക്ക് നമ്മൾ ആവശ്യമുണ്ട്. കാരണം അയാൾ ആവാൻ ആഗ്രഹിക്കുന്ന സംഗതി നമ്മളെടുത്തുണ്ട്. അപ്പോൾ അയാളത് മനഃപൂർവ്വം ഇരിക്കുന്നതൊന്നുമല്ല, മനഃപൂർവ്വം നമ്മളെ ശ്രദ്ധിക്കുന്നതൊന്നുമല്ല. അയാളുടെ ഉപബോധ മനസ്സ് എത്രയോ കാലമായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്കഡാവും. ഓട്ടോമാറ്റിക്കലി ലോക്കഡായിട്ട് നമ്മളിലേക്ക് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ
അതിനാദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ കയറിയിട്ട് അങ്ങോട്ട് നമ്മൾ അയാൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അങ്ങോട്ട് കുതിച്ച് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അവർക്കും കൂടി റാപ്പോ ബിൽഡിങ് നടക്കില്ല. അയാൾക്ക് ടൈം വേണം. ഒറ്റയടിക്ക് അയാൾ വേണ്ടതെല്ലാം കൂടെ നമ്മളിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളാകെ അദ്ദളിച്ചു പോകും. അപ്പോൾ സ്ലോലി ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, സിനിമയിലൊക്കെ എന്തുണ്ടാവുക, നായകൻ ആദ്യം പാവമായിരിക്കും, എന്നിട്ടാണ് ആ നായകൻ ഇങ്ങനെ അടിച്ച് കറി നമ്മളാവാൻ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ച് തരുന്നത്. അപ്പോഴാണ് നമുക്ക് ആ നായകനോട് ഇഷ്ടം തോന്നുന്നത്. അങ്ങനെയാണ് വീരാരാധന ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരാൾ വന്നിരിക്കുമ്പോൾ അയാളെപ്പോലെ ആവേണ്ടി വരും. അയാളെപ്പോലെ എന്ന് വെച്ചാൽ എങ്ങനെ, അയാളുടെ ശബ്ദം, അയാളുടെ മുഖഭാവങ്ങൾ, അയാളുടെ മാനറിസംസ്. ഉദാഹരണം പറയാം, അയാൾ നമ്മൾ മുന്നിലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളും എന്ത് ചെയ്യേണ്ടി വരും, കൈ ഇങ്ങനെ വെക്കേണ്ടി വരും. എന്ന് വെച്ചിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്യാന്നുള്ളതല്ലേ, അല്ലെങ്കിൽ കൈ ഇങ്ങനെയെങ്കിലും വെക്കേണ്ടി വരും. ഇത് മാച്ചിങ് ആൻഡ് മിററിങ് എന്ന് പറയും. ഒന്നുകിൽ മിറർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഈവൻ നമുക്ക് ബ്രീത്ത് വരെ അയാളിങ്ങനെ ശ്വസിക്കുമ്പോൾ അയാളെ ബ്രീത്തിങ് ലെവൽ, അയാൾ ഇപ്പോൾ ഓടിക്കറിച്ച് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളും ഇവിടെ എന്നിട്ട് അയാൾ ഭയങ്കര സ്പീഡ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചിങ് വരില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് എന്ത് സംഭവിച്ചു, നമ്മൾ ചെറിയൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അയാൾ ഇരിക്കുമ്പോൾ അയാൾ ഇരിക്കുമ്പോൾ ഇരുന്ന് അയാൾ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇതൊരു ബിഹേവിയറാക്കി മാറ്റേണ്ടി വരും. പ്രാക്ടീസസ് ആവശ്യം, ട്രെയിനിങ്സ് ആവശ്യം. ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ എന്തുണ്ടാവും, നമ്മുടെ എഫിഷ്യൻസി കിടക്കുന്നത് എവിടെയാണ്, മറ്റുള്ളവരിലൂടെ നമ്മുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയും. ഒരു മനുഷ്യനെങ്ങനെയല്ലോ, സമൂഹ ജീവിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടണം. മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാൻ മാത്രമേ, അതിപ്പോൾ ബിൽ ഗേറ്റ്സോ അല്ലെങ്കിൽ ആരോഗ്യമായിക്കോട്ടെ, സ്റ്റീവ് ജോബ്സോ, ഇത് വലിയ തലത്തൊട്ടപ്പനായാലും അവരൊക്കെ ഒറ്റയ്ക്കാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അവർക്ക് വേണ്ടി മറ്റുള്ളവർ വർക്ക് ചെയ്യണം. അതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ വർക്ക് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, അതിനോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലീഡേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും, നമ്മളുടെ എഫിഷ്യൻസി കൂടും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രാക്ടീസുകളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. ചാനലിൽ നമുക്ക് കുറേശ്ശെ എല്ലാം ഒറ്റയടിക്കൊന്നും നടക്കില്ലല്ലോ. കാര്യം അതൊക്കെ ബിഹേവിയറൽ ചേഞ്ചാണ്. ജനറ്റിക്സ് ജീൻ മാറുക എന്നൊക്കെ പറയും. നമ്മളെ ഇപ്പോൾ ക്ലോൺ ചെയ്താൽ ഒരു കോശെടുത്ത് നമ്മൾ വേറെ ഒരാളുണ്ടാക്കാമല്ലോ. ആ വേറെ ആളുണ്ടാക്കുമ്പോൾ നമ്മളുടെ അതേ സ്വഭാവം അയാളിലേക്കൊക്കെ വരണമെങ്കിൽ ഇത് ബോധതലത്തിൽ മാത്രം വന്നാൽ പോരാ, ബോധം പ്രാക്ടീസിന് ആവശ്യമാണ്. അപ്പോൾ സെയിൽസ്, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കില്ല, ഇതിനൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. NLP പഠിക്കണം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പഠിക്കണം. എന്നിട്ട് മെൻറ്റേഴ്സിനെ കണ്ടെത്തണം. അവർ ഈ തലത്തിലേക്ക് പ്രാക്ടീസിലൂടെ എത്തിക്കാൻ പറ്റിയ മെൻറ്റേഴ്സിനെ കണ്ടെത്തണം. ആ മെൻറ്റേഴ്സിലൂടെ, കാരണം മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പും കോണിയും കളിക്കുമ്പോൾ കോണിയില്ലേ, അതുപോലെ അതായത് കുറേ ഇങ്ങനെ കറങ്ങി പോണേ പരം ചാടി പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന് കൊണ്ടറിയാം, എല്ലാം പോകെ അനുഭവിച്ചറിയാം, അതിനകത്തുള്ള സമയമൊന്നും മനുഷ്യനില്ല, അറിയാലോ. അല്ലെങ്കിൽ കണ്ടറിയാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ കണ്ടറിയിച്ച് തരാൻ പറ്റിയ ആൾക്കാരാണ് മെൻറ്റേഴ്സ്. അപ്പോൾ എനിക്ക് നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ മെൻറ്റർ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ ബിസിനസ്സും സെയിൽസും ഒന്നുമല്ല, നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ യു ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്, ഈ ചാനലിൽ ട്യൂൺ ചെയ്ത് നിൽക്കാം. ഓക്കെ, പോകെ നിങ്ങളറിയാണ്ട് തന്നെ ഞാൻ റാപ്പോ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നിന്ന് പിന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ മലയാളികളില്ലേ പൊതുവെ അവർക്ക് നല്ല അറിവാണ്. പക്ഷെ അറിവ് അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ഭാരമാണ്. അപ്പോൾ ആ അറിവിൻ്റെ ഭാരം പേറി നീങ്ങുന്ന മലയാളികളെ ആ അറിവ് ഉള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമൂഹമായിട്ട് മാറും മലയാളികൾ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏറ്റവും മികച്ച സമൂഹമായിട്ട് മാറും. കാരണം ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരാ? മലയാളികളല്ലേ. ആ മലയാളികൾക്ക് ആ അറിവിൻ്റെ ഭാരമാണ് ഇപ്പോൾ ഉള്ളത്. ആ അറിവിൻ്റെ ഭാരം കഴിവാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ സമൂഹത്തെ പിടിച്ചാൽ കിട്ടില്ല. സോ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ നിർത്താം. നമുക്ക് മറ്റു വീഡിയോകളിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.